നമസ്കാരം. അപ്പോൾ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട് പോലീസിൽ കേസ് കൊടുക്കണ്ടേ, അത് അന്വേഷിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ നോക്കാം, നമുക്ക് അന്വേഷിക്കാം, ആദ്യം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയട്ടോ ബാലചന്ദ്രൻ അവളെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പോൾ അവൾ സത്യം പറഞ്ഞാലോ, ആണുങ്ങൾ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാലോ എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് അവൾ എടുത്തില്ല എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ ഞാൻ ആരായി എന്ന് ചോദിക്കുക കേട്ടോ ബാലചന്ദ്രൻ. എൻ്റെ ശിവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ ചോദിച്ച് ക്ലിയർ ആക്കി തന്നേനെ എന്ന് പറയുമ്പോൾ ഞാനൊരു ഉണ്ടാക്കനാണെന്നല്ലേ നീ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോഴേക്ക് വ്യാഖ്യാനം വന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റ് പോവാട്ടോ. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ വൈജയന്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ബാലചന്ദ്രൻ, എങ്ങനെ ഇപ്പോൾ ഇത് കണ്ടെത്തും, എവിടെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. അലീനയെ ഒരിക്കലും ബാലചന്ദ്രൻ സംശയിക്കുന്നില്ല കേട്ടോ. കാരണം അലീനയെ പോലെ ഒരു പെൺകുട്ടി അത് എടുക്കില്ല എന്ന് തന്നെയാണ് ബാലചന്ദ്രൻ്റെ വിശ്വാസം. അതുകൊണ്ട് അലീനയെ സംശയിക്കുന്നില്ല. ഉറപ്പായും വൈജയന്തി എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ബാലചന്ദ്രൻ്റെ ഒരു ധാരണ. അങ്ങനെ ബാലചന്ദ്രൻ എന്താന്ന് വെച്ചാൽ എല്ലാ സ്ഥലവും അരിച്ചു പെറുക്കുന്നുണ്ട് കേട്ടോ. ആ രാത്രി തന്നെ ലിവിങ് റൂമിലും ഹാളിലും TV സെറ്റും കബോർഡുകളും അടുക്കളയിലും എല്ലായിടത്തും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അന്വേഷിച്ച് ലാസ്റ്റ് ബാലചന്ദ്രൻ വൈജയന്തിയുടെ ബാഗ് പരിശോധിക്കുക കേട്ടോ. അങ്ങനെ ബാഗ് പരിശോധിക്കുന്ന സമയത്ത് അതിൽ കുറേ കാശുകളും സാധനങ്ങളൊക്കെ ഉണ്ടായി. കുറേ അന്വേഷിച്ചിട്ടും അതിൽ നിന്നും ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ബെഡിൻ്റെ അടിയിലും തലേണീൻ്റെ അടിയിലും ബാത്റൂമിലും ഒക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോഴൊക്കെ വൈജയന്തി പറയുന്നുണ്ട് അവിടെ ഒന്നുമില്ല, ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചതാണ്, പക്ഷെ അവിടെ ഒന്നുമില്ല, ഇത് അവളെടുത്തത് തന്നെയാണ്. ബാലചന്ദ്രൻ അവളോടൊന്ന് ചോദിച്ചു നോക്കുക, അവൾ സത്യം പറയും, എന്നെക്കൊണ്ട് ഇങ്ങനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കലേ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജ പുറകെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ തിരക്ക് കൂട്ടാതെ ഞാനൊന്ന് നോക്കട്ടെ, നീ നോക്കിയിട്ടല്ലേ കാണാഞ്ഞത്, ഒരു പക്ഷേ ഞാൻ നോക്കിയിട്ട് കിട്ടിയാലോ, കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അവളോട് ചോദിച്ചാൽ പോരെ എന്ന് പറയണേ. എന്താന്ന് വെച്ചാൽ ചെയ്യും, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ബാലചന്ദ്രൻ ഇത് ചോദിക്കുക, ഒന്ന് തീരുമാനമാക്കി, എന്തെങ്കിലും ചെയ്യാതെ എനിക്ക് ഉറങ്ങാനും പറ്റത്തില്ല എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് വീണ്ടും വൈജയന്തിയുടെ ബാഗിലേക്ക് തന്നെ വരിക കേട്ടോ. അപ്പോൾ ബാഗിൽ കുറച്ചും കൂടെ സാധനങ്ങൾ കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ നോക്കിയതിൽ അതിലൊന്നും ഇല്ലാന്നല്ലേ പറഞ്ഞത് എന്ന് വൈജ വീണ്ടും പറയാട്ടോ. നീ ധൃതി കാണിക്കാതെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ബാഗിലുള്ള സാധനങ്ങൾ മുഴുവനും ബാലചന്ദ്രൻ താഴേക്ക് കൊടയാട്ടോ. അപ്പോൾ കുടഞ്ഞിടുകയാണ്, താഴേക്ക് കൊട്ടുകയാണ്. അപ്പോൾ അതിലുള്ള സാധനങ്ങളൊക്കെ കാശും സാധനങ്ങളും എല്ലാം, കുറച്ച് മേക്കപ്പ് സാധനങ്ങളും കാശും കുറച്ച് രേഖകളും എല്ലാ സാധനങ്ങളും അതിൽ നിന്ന് ചാടുകയാണ്. കൂടെ ഈ മോതിരവും അതിൽ നിന്ന് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വൈജയന്തിയും ഷോക്കാവുകയാണ്. ഇതിൽ എങ്ങനെ വന്നു എന്നുള്ള രീതിയിൽ ബാലചന്ദ്രൻ പെട്ടെന്ന് അത് കുനിഞ്ഞെടുത്തിട്ട്, ഇതല്ലേ നീ കാണാതെ പോയി എന്ന് പറഞ്ഞ നിൻ്റെ സാധനം, നിൻ്റെ മോതിരം ഇതല്ലേ എന്ന് ചോദിക്കുകയാണ്. വൈജയന്തി ആകെ ഷോക്കാവുക കേട്ടോ. താൻ ടേബിളിൽ വെച്ചതാണ്, പക്ഷേ ടേബിളിൽ നിന്ന് എടുത്ത് ബാഗിലിട്ടത് അവൾക്ക് ഓർമ്മയില്ല. അത് കാരണം ബാഗൊന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് ഭയങ്കര എന്തോ പോലെ തോന്നി കേട്ടോ. ഞാൻ ഇത്രയൊക്കെ നേരം അവളെ സംശയിച്ച് കുറ്റപ്പെടുത്തിയൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ബാലചന്ദ്രൻ്റെ മുന്നിൽ നാണം കെട്ട ഒരു ഫീലാട്ടോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഈ ഒരു മോതിരത്തിന് വേണ്ടിയിട്ടല്ലേ നീ ഇവിടെ പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കിയത്, പോലീസിനെ വരെ വിളിക്കാൻ പോയത്, അവളെ ചോദ്യം ചെയ്തത്, അവളുടെ മുന്നിൽ നാണം കെട്ടില്ലേ നീ, ഇത്രയ്ക്ക് നാണം കെടരുതായിരുന്നു എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വൈജ ദേഷ്യപ്പെടുകയാണ്. അത് പിന്നെ ഞാൻ ബാഗിൽ വെച്ചത് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ സാധനം എൻ്റെ വീട്ടിൽ എനിക്ക് എവിടെയും വെക്കാലോ, ഞാൻ അവിടെ വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, അത് കാണാതായപ്പോൾ ഞാൻ സംശയിച്ചു, അതിലത്ര തെറ്റെന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അവൾ എന്തായാലും ഒരു ഓർഫനല്ലേ, ഒരു അനാഥയല്ലേ, ജോലിക്ക് നിൽക്കുന്നവളല്ലേ, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് എടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, നീ അത്തരക്കാരുടെ കൂട്ടത്തിലൊന്നും അലീനയെ കൂട്ടണ്ട, അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയട്ടോ. അപ്പോൾ വൈജയന്തി ചൂടാവാണ്. എന്താ അവളെ ഇത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം, അവളുടെ തൊലിവെളുപ്പ് കണ്ടിട്ടാണോ ബാലചന്ദ്രൻ ഈ ഇളക്കം അവളോട്, ഇത്രയ്ക്ക് അങ്ങനെ വിശ്വസിക്കാനും മാത്രം എന്താണ് അവളുടെ കയ്യിലുള്ളത്, എന്ത് നല്ലതാണ് നല്ല പ്രവൃത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും നിൻ്റെ മനസ്സിലേക്ക് കയറില്ല, നിൻ്റെ തലയിലേക്ക് കയറില്ല, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, കുറച്ചൊക്കെ മനുഷ്യത്വം വേണം, എങ്കിലേ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് വഴക്ക് പറയട്ടോ. എന്തായാലും നിന്റെ സാധനം കിട്ടിയില്ലേ, ഇനി നിനക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാലോ, എന്നാൽ പോയി കിടന്നുറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കിടക്കാനായിട്ട് പോവാണ്. വൈജയന്തി ആണെങ്കിൽ ആ ബാഗിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ആ മോതിരം കിട്ടിയ സന്തോഷം ഉണ്ടെങ്കിലും അലീനയോട് പറഞ്ഞതിലൊന്നും അവൾക്കൊരു കുറ്റബോധവും ഇല്ല കേട്ടോ. വൈജയ്ക്ക് ഒരു കുറ്റബോധവും ഇല്ല, അലീനയെ ചീത്ത പറഞ്ഞതിൽ ഒന്നും ഒരു കുറ്റബോധവും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അലീന ഇങ്ങനെ എഴുന്നേറ്റ് തൻ്റെ ജോലികളൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് വൈജയന്തിക്കും ബാലചന്ദ്രനും. അവർ രണ്ടുപേരും കൂടെ ജോലി സ്ഥലത്തേക്ക് പോകാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത്
എങ്ങനെയെങ്കിലും അവളോട് ഈ കാര്യം അവതരിപ്പിക്കണമല്ലോ. അപ്പോൾ വൈജയന്തി എന്തായാലും പറയത്തില്ല. അപ്പോൾ ബാലചന്ദ്രനാണ് പറയുന്നത്, ഞങ്ങൾ ഇന്നലെ നിന്നെ ഒരുപാട് സംശയിച്ചു. അപ്പോൾ എന്താ സാർ എന്ന് ചോദിക്കണം. ആ മോതിരത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് സംശയിച്ചു, നിനക്ക് ഒരുപാട് വേദന ഉണ്ടായെന്നറിയാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. മോതിരം ആരും എടുത്തതല്ല, വൈജയുടെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു, അവളത് മറന്നു പോയതാന്ന് പറയട്ടോ. അത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല സാറേ, അതൊന്നും ഒരു വിഷയമേ അല്ല, സാരമില്ല, ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാലോ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വിഷമവും ദേഷ്യമോ ഒന്നും ഇല്ല എന്ന് പറയാട്ടോ. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് നിൻ്റെ നല്ല മനസ്സുകൊണ്ട് പറയുന്നതാണ്, എന്നാലും നിന്നെ ഒരുപാട് സംശയിച്ചില്ല, അതിൻ്റെ വിഷമമൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് സോറി എന്നുള്ള രീതിയിൽ പറയാട്ടോ. അയ്യോ സാർ അങ്ങനെയൊന്നും പറയണ്ട. വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, ഒന്നും മിണ്ടാതിരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് മാഡത്തോട് ഒരു ദേഷ്യമൊന്നുമില്ല, എന്നോട് സോറി ഒന്നും പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ആരും നിന്നോട് സോറി പറയാൻ നിൽക്കുന്നത്, ഒരു സാധനം പോയി ഞാൻ ഈ വീട് മുഴുവൻ അന്വേഷിച്ചു, അതിലിപ്പോൾ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് ആ സമയത്ത് വൈജയന്തി വാ തുറക്കട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് യാതൊരു ദേഷ്യവും ഒരു വിഷമവും ഒന്നുമില്ല, കാരണം ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ അങ്ങനെ എടുക്കത്തുമില്ല സാർ, എനിക്കതിൻ്റെ ആവശ്യമില്ല. സ്വർണം ഇടാൻ പണ്ടൊക്കെ കൊതി ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ മമ്മി സ്വർണ്ണമൊന്നും ഇടാതെ നടക്കുന്നതാണ് ഞങ്ങൾ കണ്ടു വളർന്നത്, അതുകൊണ്ട് എനിക്കും സ്വർണ്ണം ഇടാനൊന്നും അങ്ങനെ മോഹമൊന്നുമില്ല, സ്വർണ്ണത്തിനോട് അങ്ങനെ കൊതിയൊന്നുമില്ല, എനിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്ത് മാത്രമേ ശീലമുള്ളൂ എന്നൊക്കെ പറയട്ടോ. ഇന്നാളെ തന്നെ ഒരു സ്ത്രീ ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ച് വന്നപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് ഞാൻ എടുത്തു കൊടുക്കുക ചെയ്തത്. നീ എത്ര രൂപ കൊടുത്തു? ഞാൻ 3000 രൂപ കൊടുത്തു. 3000 രൂപ കൊടുത്തു നീ അവർക്ക് എന്ന് ചോദിക്കുകയാണ്. അതെ, അവർ ഭയങ്കര പാവപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു, അവരുടെ മകളുടെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് സഹായം അന്വേഷിച്ച് വന്നതായിരുന്നു, അവർക്ക് നടക്കാൻ വയ്യ, ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് കൊടുത്തു എന്ന് പറയട്ടോ. ആ കാശ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്നാണ് നിനക്ക് അത്രയും കാശ് കിട്ടിയത്? നീ ഇവിടെ വന്നിട്ട് നിനക്ക് ശമ്പളം പോലും കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എവിടെ നിന്നാണ് നിൻ്റെ കയ്യിൽ ഇത്രയും കാശ് എന്നൊക്കെ ചോദിച്ച് വൈജയന്തി ദേഷ്യപ്പെടാട്ടോ. അത് എൻ്റെ മമ്മി എൻ്റെ കയ്യിൽ തന്ന കാശാണ്, ആ കാശാണ് ഞാൻ എടുത്ത് കൊടുത്തത് എന്ന് പറയട്ടോ. അപ്പോൾ എന്തിനാ നീ അതൊക്കെ എടുത്തു കൊടുത്തതെന്ന് ചോദിക്കാൻ ബാലചന്ദ്രൻ, നിനക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ നിനക്ക് കാശ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്താ അത്യാവശ്യം, ഇവിടെ നിന്ന് ഭക്ഷണം കിട്ടുന്നുണ്ട്, അത്യാവശ്യത്തിന് ധരിക്കാനുള്ള വസ്ത്രമുണ്ട്, ഉറങ്ങാനൊരു ഇടമുണ്ട്, പിന്നെ എനിക്ക് അങ്ങനെ കാശിൻ്റെ അത്യാവശ്യമൊന്നുമില്ല ഇപ്പോൾ, പിന്നെ എനിക്ക് കടം തീർക്കാനുണ്ട്, അത് നീ ശമ്പളം കിട്ടുമ്പോൾ എടുത്തു വെച്ചിട്ട് എൻ്റെ കടം തീർക്കണം എന്ന് പറയാണ് അലീന. അങ്ങനെ ഭയങ്കര നല്ല രീതിയിൽ തന്നെ ബോൾഡായിട്ട് അതിനെ സംസാരിച്ചിട്ടാണ് അലീന അവിടുന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നീ ഇത്രക്ക് തരം താഴാൻ പാടില്ലായിരുന്നു അവളുടെ മുന്നിൽ, അതൊക്കെ മോതിരം അവൾ എടുത്തിട്ടില്ല എന്ന് അവൾ 100 ആവർത്തി പറഞ്ഞതാണ്, അത് നീ വിശ്വസിച്ചില്ല, അതും പോരാഞ്ഞിട്ട് ഇപ്പോഴും നിനക്കൊരു കുറ്റബോധം ഇല്ലാതെ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഭയങ്കര മോശമായിപ്പോയി എന്ന് പറയട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എന്നിട്ടും അവളുടെ അഹങ്കാരം കണ്ടോ, അവളുടെ സംസാരം കേട്ടോ, ഒരു കൂസലും ഇല്ലാതെയല്ല അവൾ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അതാണ് അവളുടെ അന്തസ്സ്, അവളുടെ ആത്മാഭിമാനമാണത്, അവൾക്കറിയാം അവൾ തെറ്റ് ചെയ്യില്ലെന്ന്, അതുകൊണ്ടാണ് അവൾ അത്രയും അഭിമാനത്തോടു കൂടി സംസാരിക്കുന്നത് എന്ന് പറയാട്ടോ. അങ്ങനെ എന്തായാലും അവളുടെ സൈഡല്ലേ ബാലചന്ദ്രൻ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കുറ്റപ്പെടുത്താട്ടോ. എനിക്കറിയാം എന്തിൻ്റെ ഇളക്കമാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. നിന്നോടൊന്നും സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, ഞാൻ പോവാന്നും പറഞ്ഞ് ബാലചന്ദ്രൻ എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ട് പോവാണ്. പുറകെ തന്നെ വൈജയന്തി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് അലീന ഭക്ഷണമായിട്ട് ചെല്ലുന്ന സമയത്ത്, ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയന്തി അങ്ങോട്ടേക്ക് വരിക കേട്ടോ. അപ്പോൾ വൈജയന്തിയോട് മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട്, ഇപ്പം നിൻ്റെ മോതിരമൊക്കെ കിട്ടിയില്ലേ, നീ വെറുതെ ഇവളെ കള്ളിയാക്കാൻ നോക്കിയില്ലേ, ഇവളെ സംശയിച്ചില്ലേ എന്ന് പറയട്ടോ. എനിക്ക് സംശയം തോന്നി, ഞാൻ സംശയിച്ചു, ഞാൻ ചോദ്യം ചെയ്തു, ഞാൻ പരിശോധിച്ചു, എൻ്റെ ഒരു സാധനം കാണാതെ പോയപ്പോൾ ഈ വീട് മുഴുവൻ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം അവകാശം എനിക്കുണ്ട്, അതിനെന്താ തെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വൈജയന്തി ദേഷ്യപ്പെടുക കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നിട്ടും നിനക്കൊരു സോറി പറയാനോ ഒരു കുറ്റബോധം ഒന്നും തോന്നുന്നില്ലെന്ന് ചോദിക്കണം വൈജയന്തിയോട്. എനിക്കെന്തിന് കുറ്റബോധം തോന്നണം, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഒരു സാധനം കാണാതെ പോയി ഞാൻ അത് അന്വേഷിച്ചു, അത്രയേ ഉള്ളൂ, പിന്നെ ഇവളെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല, ഇവളെ എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ എനിക്കറിയാം എന്ന് പറയാട്ടോ. അത് കേട്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര ഷോക്കാവാണ്, എന്താ അമ്മ ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കട്ടോ. ഞാൻ വന്നത് എൻ്റെ അമ്മയുടെ അടുത്തേക്കാന്നുള്ളത് അവൾക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്, ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല, അപ്പം അമ്മ എന്താ ഇങ്ങനെ പറയണതെന്ന് അന്തം വിട്ട് നോക്കട്ടോ. ഇവൾ ഇങ്ങോട്ടേക്ക് വന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്, അതൊക്കെ എന്താണെന്ന് എനിക്കറിയാം, ഇവിടെ കുറേ ആമ്പിള്ളേരൊക്കെ ഉള്ളതല്ലേ, ഇവളെ വശീകരിച്ച് എന്തെങ്കിലുമൊക്കെ സൂത്രം ഒപ്പിച്ച് ഇവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കാനൊക്കെയാണ് അവളുടെ ഉദ്ദേശം, മനുവിനെയും അതുപോലെ ഇവിടെ കുറേ ആമ്പിള്ളേരൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയട്ടോ. ഇത് കേട്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ വെറുതെ അനാവശ്യം പറയരുത് ആ കൊച്ചിനെ പറ്റിയിട്ട്, എല്ലാവരെയും പോലെ അലീനയെ കാണരുത്, അവൾ എങ്ങനെയുള്ളവളാണെന്ന് എനിക്കറിയാം, ഒരുപാട് നീ കുറ്റപ്പെടുത്താനൊന്നും നോക്കണ്ട, നീ എന്നോട് കൂടുതൽ
കൂടുതൽ സംസാരിക്കാൻ വേണ്ട, നീ എങ്ങനെയായിരുന്നു എന്ന് എനിക്കും അറിയാം എന്ന് പറയട്ടെ മുത്തശ്ശി. അതോടുകൂടിയിട്ട് വൈജയന്തിയുടെ വായടഞ്ഞു പോകട്ടെ. മുത്തശ്ശി ഒരിക്കലും അങ്ങനെ പറയുന്നത് വൈജയ് ചിന്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വളരെ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജയന്തി അവിടെ നിന്ന് പോവാട്ടോ. അങ്ങനെ വൈജയന്തി ബാങ്കിലേക്ക് പോവുകയാണ്. ബാലചന്ദ്രൻ കടയിലേക്കൊക്കെ പോയിട്ടോ. പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടിയുടെയും മാമച്ചാൻ്റെ ഒക്കെ ഭാഗങ്ങളാട്ടോ. അതായത് രേവതിക്കുട്ടിയെ ഭയങ്കരമായിട്ട് പുന്നാരിച്ചുകൊണ്ട് നടക്കാട്ടോ മാമച്ചാനും ഗ്രേസമ്മയും. രേവതിക്കുട്ടി വന്നതോട് കൂടിയിട്ട് അവരുടെ ലൈഫ് തന്നെ മാറി പോവാട്ടോ. കാരണം ഇതുവരെ രണ്ടുപേരും തനിച്ച് താമസിച്ച് ഒരു സന്തോഷവും ഒന്നുമില്ലാതെയിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടേക്കാണ് രേവതിക്കുട്ടി വന്നിട്ട് അവരുടെ ലൈഫിലൊരു മെഴുകുതിരിയായിട്ട് ഇങ്ങനെ ഒരു പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്നൊക്കെ പറയുന്ന പോലെ വന്നിട്ട് അവരുടെ ലൈഫ് ഒന്ന് തിളക്കമുള്ളതാക്കിയത്. അതുകൊണ്ട് അവളോട് ഭയങ്കര സ്നേഹമാണ്. പുറമേ ദേഷ്യമൊക്കെ കാണിക്കെങ്കിലും നമ്മുടെ രേവതിക്കുട്ടിയോട് ഭയങ്കര സ്നേഹമാണ് ഗ്രേസമ്മയ്ക്കും മാമച്ചായനോട്ട്. അങ്ങനെ അവൾക്ക് പുതിയ ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്, സങ്കടവും സന്തോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടിയോട് ആ ഡ്രസ്സൊക്കെ ഇട്ട് വരാൻ പറയട്ടെ, നമുക്കൊന്ന് പുറത്ത് പോവാം എന്നൊക്കെ പറയാണ് രേവതിക്കുട്ടിയോട്. അങ്ങനെ രേവതിക്കുട്ടി പോയി ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരട്ടെ. അതിലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരികയാണ്. അത് കണ്ടിട്ട് മാമച്ചാനും ഗ്രേസമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അവൾ സാധാരണ ഇട്ടിരുന്ന ചുരിദാർ പോലെ ഒന്നുമല്ല, നല്ലൊരു മോഡേൺ ഡ്രസ്സായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ടോപ്പ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവൾക്ക് ഇട്ടിട്ട്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് ഇത് ഇട്ടിട്ട്, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അല്ല മാമച്ചായെന്ന് ചോദിക്കട്ടോ. സൂപ്പറായിട്ടുണ്ടെന്ന് മാമച്ചായനും പറയട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷവും നാണമൊക്കെ വരുന്നുണ്ട് രേവതിക്കുട്ടിക്ക്. അങ്ങനെ എന്തായാലും നമുക്കൊന്ന് പുറത്ത് പോകാം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം, നിനക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടീനെയും കൂട്ടിയിട്ട് അവർ പുറത്തേക്ക് പോവാട്ടോ. പിന്നീട് ചിന്നുമോളുടെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടോ. ചിന്നുമോൾ ഇങ്ങനെ ഉറക്കത്തിൽ സ്വപ്നം കാണുക കേട്ടോ ബ്രിജിത്ത മമ്മിയെ. ആ മമ്മി ഇങ്ങനെ അടുത്തേക്ക് വരുന്നതൊക്കെ ആയിട്ട് സ്വപ്നം കാണുന്നത്. പെട്ടെന്ന് ചിന്നുമോൾ ഞെട്ടി ഉണരുക കേട്ടോ. എന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ബ്രിജിത്ത മമ്മി നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നുക കേട്ടോ. അപ്പോൾ അവൾ മമ്മി മമ്മി എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ കരയാട്ടോ. അപ്പോഴേക്ക് സിസ്റ്റർ ഓടി വരികയാണ്. എന്ത് പറ്റി കുഞ്ഞെ, എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ദേ അവിടെ അവിടെ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടാടാ. ദേ അവിടെ മമ്മി എന്ന് പറയട്ടോ. ബ്രിജിത്ത മമ്മിയെ മോള് സ്വപ്നം കണ്ടോ, ബ്രിജിത്ത മമ്മിയെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ കണ്ടു, എനിക്ക് മമ്മിയെ കാണണമെന്ന് പറയട്ടോ. മമ്മി ഇതേ ആകാശത്തൊരു നക്ഷത്രമായിട്ട് മമ്മി നിൽക്കുന്നുണ്ട്, മോൾക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ചിന്നുമോളെ ആശ്വസിപ്പിക്കാട്ടോ. എനിക്ക് രവി ആൻറ്റീനെയും അലീൻ്റെ ആൻറ്റീൻ്റെയും കാണണം, എനിക്ക് കാണണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാട്ടോ. അപ്പോൾ അവരോട് ഞാൻ വരാൻ പറയാം, എത്രയും പെട്ടെന്ന് അവർ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്നുമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനു വീണ്ടും വരിക കേട്ടോ വീട്ടിലേക്ക്. കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരികയാണ് മുത്തശ്ശീനെയും അലീനയും കാണാനായിട്ട്. ആ സമയത്തും ആരും ഇല്ലാത്ത സമയത്താട്ടോ വരുന്നത് മനു. മുത്തശ്ശിയും അലീനയും മാത്രമുള്ള സമയത്താണ് വരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അലീനയ്ക്ക് മനുവിനെ കണ്ടിട്ടോ. അപ്പോൾ മനു വരുന്നത് തന്നെ എന്തിനാണ്, അലീനയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനാട്ടോ വരുന്നത്. അതായത് അലീനയുടെ കയ്യിൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ അലീനയ്ക്ക് ഒരു ഫോണ് സമ്മാനിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫോണിലൊരു സിമ്മൊക്കെ ഇട്ട് അലീനയുടെ കയ്യിൽ കൊടുക്കുക കേട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അലീന ഭയങ്കര സന്തോഷമാവാണ്. അലീന മനുവിന് ചായയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആശ്വാസം തോന്നിട്ടോ അലീനയ്ക്ക്. അപ്പോൾ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മോതിരം കാണാതെ പോയതും വൈജയന്തി അലീനയെ കുറ്റപ്പെടുത്തിയതും സംശയിച്ചതും കാര്യങ്ങളൊക്കെ അതൊക്കെ കേട്ടിട്ട് മനുവിന് ഭയങ്കര വിഷമം തോന്നി. സാരല്ല പോട്ടെ, എന്തായാലും സത്യം തെളിഞ്ഞല്ലോ, നീ അതൊരിക്കലും എടുക്കില്ല എന്ന് എനിക്കും അറിയാം, മുത്തശ്ശിക്കും അറിയാം, പിന്നെ വേറെ ആരുടെ ഇതൊന്നും നോക്കണ്ട, നീ അതൊക്കെ കഴിഞ്ഞല്ലോ, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ മനുവിൻ്റെ വാക്കുകൾ അലീനയിൽ ഭയങ്കര സാന്ത്വനം നൽകുക കേട്ടോ. അപ്പോൾ മനു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അലീന അങ്ങനെ മറന്ന് ചിരിക്കുക കേട്ടോ. ഭയങ്കര സന്തോഷമാണ് അലീനയ്ക്ക്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കുറച്ച് റിലാക്സേഷൻ തോന്നിയില്ലേ എന്ന് പറയാട്ടോ. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നോട് പറയണം. പിന്നെ അതുപോലെ മനു പറയുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വരാം. അപ്പോൾ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഒന്നുകിൽ വരാമെന്ന് പറ, അല്ല വരണ്ടാന്ന് പറ, അല്ലാതെ എന്തെങ്കിലും പറയാതെ മിണ്ടാതെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയാൻ ഞാൻ ആരാന്ന് ചോദിക്കാം കേട്ടോ. നീ ആരാന്ന് ചോദിച്ചാൽ നീ ആരൊക്കെയോ ആണ്, നിൻ്റെ ആരൊക്കെയോ ആണ്, ഞാൻ എന്നങ്ങോട്ട് ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയാട്ടോ. നമ്മൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലേ, അങ്ങനെ കണ്ടാൽ മതി, തൽക്കാലം അങ്ങനെ കാണാൻ നമുക്ക്. എനിക്ക് തന്നോട് യാതൊരു വിഷമവുമില്ല. അപ്പം മനുവിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇഷ്ടമാട്ടോ അലീനയ്ക്ക്. അങ്ങനെ പ്രണയമൊന്നും തോന്നി തുടങ്ങിയിട്ടില്ല, പക്ഷെ മനുവിൻ്റെ ഉള്ളിൽ പ്രണയം തോന്നി തുടങ്ങിട്ടോ അലീനയോട്. അപ്പോൾ മനു പറയുന്നുണ്ട്, നീ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ, അപ്പം ഞാൻ വരുമ്പോൾ എന്നെ അറിയിച്ചാൽ മതി, ഞാൻ എന്ത് നമുക്ക് സോൾവ് ആക്കാം എന്നൊക്കെ പറയാണ്. എന്ത് കാര്യത്തിനും ഞാനുണ്ട് കൂടെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രണയ സമ്മാനം കൊടുക്കട്ടെ. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊരു മൊബൈൽ ഫോണാണെന്ന് പറയട്ടോ.
അപ്പോൾ തുറന്ന് നോക്കാൻ പറയുമ്പോൾ അതൊരു മൊബൈൽ ഫോണായിരുന്നു. അപ്പോൾ അലീന ഇത് എന്തിനാ ചോദിക്കുക കേട്ടോ, തന്നെ ഇടയ്ക്കൊന്ന് വിളിച്ച് വിശേഷങ്ങൾ അറിയണ്ടേ, അപ്പോൾ തനിക്കായിട്ട് വാങ്ങിയതല്ല മുത്തശ്ശിക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എന്ന് പറയട്ടോ. തനിക്ക് വാങ്ങിച്ചു തന്നാൽ അത് പ്രശ്നമല്ലോ, അപ്പോൾ ഞാൻ മുത്തശ്ശിക്കായിട്ടാണ് വാങ്ങി തന്നിട്ടുള്ളത്. പക്ഷേ മുത്തശ്ശിക്ക് അത് യൂസ് ചെയ്യാനൊന്നും അറിയില്ലല്ലോ, നീ അത് യൂസ് ചെയ്താൽ മതി, ഞാനതിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരാം എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, സെറ്റാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മൊബൈലും മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എനിക്കെന്തിനാ കുഞ്ഞ് ഈ സമയത്ത് മൊബൈൽ ഫോൺ, എനിക്ക് ഇടയ്ക്ക് മുത്തശ്ശിയെ വിളിക്കാമല്ലോ, അതിനാണ്. എനിക്ക് മനസ്സിലായി, എന്നെ വിളിക്കാനൊന്നും അല്ല, നിൻ്റെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് അറിയാമെന്ന് മുത്തശ്ശി പറയുമ്പോൾ അലീന അന്തം വിട്ട് നോക്കട്ടെ ഇവരെന്തേ പറയുന്നതെന്ന് ഓർത്തിട്ട്. അപ്പം മുത്തശ്ശി ഒന്നും മിണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മനു ആംഗ്യം കാണിക്കുകയാണേ. അങ്ങനെ ഫോണൊക്കെ സെറ്റാക്കി കൊടുക്കണം. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് ഞാൻ ഫോണൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ വിളിക്കാം, ഞാൻ അതിൽ മെസ്സേജ് അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, റിപ്ലൈ തന്നാൽ മതി എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ എന്തായാലും ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അലീനയോട് യാത്ര പറഞ്ഞിട്ട് മനു അവിടുന്ന് പോവുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് മനു അലീന പ്രണയം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇവർ ഫോണിലൂടെ ഇങ്ങനെ സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ അലീനയ്ക്കും ഭയങ്കര ഒരു സപ്പോർട്ടൊക്കെ ആയിട്ട് തോന്നുകയാണ് മനുവിനെ. അപ്പം പിന്നീട് അങ്ങോട്ടേക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രണയം സ്റ്റാർട്ടിങ് എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും നല്ല എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ എപ്പിസോഡിൻ്റെ സ്റ്റോറി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നീട് ഞാൻ ഇന്ന് തന്നെ മറ്റൊരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അലീനയ്ക്ക് കിട്ടുന്ന ഒരു സർപ്രൈസ് എന്താ പറയുക ഒരു സീക്രട്ട് സംഭവമുണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊരു അപ്കമിങ് എപ്പിസോഡാണ്, കുറച്ച് സമയങ്ങൾ കഴിഞ്ഞിട്ട് വരാൻ പോകുന്നൊരു എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയ്ക്കും ടാറ്റ, bye bye, see you, thanks for watching.